ഇവന്മാര് പറയുന്ന നിരന്തരമായ ഇബ്നു തൈമിയ്യയെ വെള്ളപൂശി എന്ന ആരോപണമുണ്ടല്ലോ, അത് ചുരുക്കിയിട്ട് നൗഷാദ് ഒരു 5 കാര്യങ്ങളാക്കി എണ്ണി പറയുന്നുണ്ട്. 5 വിഷയം ഞാൻ എണ്ണി പറഞ്ഞു. വ്യക്തികളെ കുറിച്ച് നിലപാട് പറയണ്ട, ഇബ്നു തൈമിയ്യയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ്, കോട്ടിമാട്ടുന്നതാണ്. ഉസ്താദ് പറഞ്ഞത് എന്താണ് കൃത്യമായി കേട്ടോളൂ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതിനെതിരെ അത് ഇബ്നു തൈമിയ്യ പറഞ്ഞാലും വേറെ ഏതെങ്കിലും ആൾ പറഞ്ഞാലും ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതാണ് നമ്മുടെ ആശയം. ഒരു വ്യക്തിയെ നമ്മൾ വ്യക്തിപരമായി എടുത്ത് അദ്ദേഹത്തെ കുറിച്ച് തീരുമാനമെടുക്കൽ, നടപടി സ്വീകരിക്കുന്നവരും പ്രതിഫലം കൊടുക്കുന്നവരും നമ്മളല്ലാത്തത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഡ്യൂട്ടി ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി. ഇതാണ് നിലപാട്. ഈ നിലപാട് പറഞ്ഞതിൻ്റെ പേരിലല്ലേ ഉസ്താദിനെ നിങ്ങൾ വഹാബിയാക്കി ചാപ്പയടിക്കുന്നത്? ഉസ്താദ് എന്താ പറഞ്ഞത്? നമ്മൾ നമ്മുടെ കർത്തവ്യം നിർവഹിച്ചാൽ മതി. എന്താണ് ആ കർത്തവ്യം? അതാണ് മുൻഗാമികളായ ഇമാമുമാർ എന്തു പറഞ്ഞോ അതനുസരിക്കുക. അതിനെതിരെ സാക്ഷാൽ ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ പോലും നമ്മൾ അംഗീകരിക്കണ്ട എന്നുകൂടി പേരോട് ഉസ്താദ് പറഞ്ഞു. പേരോട് ഉസ്താദ് അവിടെ ഇബ്നു തൈമിയ്യയെ വെള്ളപൂശുകയാണോ ചെയ്തത്? ഇബ്നു തൈമിയ്യയെ പോലും അനുസരിക്കേണ്ടതില്ല, അംഗീകരിക്കേണ്ടതില്ല, ഇമാമുമാരെ അംഗീകരിച്ചാൽ മതി എന്ന് ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടും ഈ കുർവാ സംഘം പറഞ്ഞു നടക്കുന്നത് കണ്ടോ? പിന്നെ എന്താ ഇവന്റെ രണ്ടാമത്തെ കാര്യം? മറ്റു ഉലമാ അയാളെ കുറിച്ച് പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂല, ദഹബി പോലും. കാരണം നമ്മൾ ഉപരൊപ്പം ചായ കുടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടില്ല, കോട്ടിമാട്ടിയതാണ്. എന്താ പേരോട് ഉസ്താദ് പറഞ്ഞത് കേട്ടോളൂ. അതുപോലെ ദഹബിയുടെ വാചകം ഇത് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ചില ചർച്ചകളിലൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ചൂടായ ചിലപ്പോൾ അയാൾ പല സംഗതിയും പറയുമ്പോൾ ചിലപ്പോൾ റെഡി ഉണ്ടാവില്ല എന്നൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അത് ദഹബിൻ്റെ കിതാബിൽ ദഹബിയും പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ നമ്മളെ വകയിൽ നമ്മളെന്തിനാ വെറുതെ അദ്ദേഹത്തെ പറഞ്ഞ് നമ്മളെ അയാൾ കണ്ടിട്ടുമില്ല, അയാൾ ശബ്ദം കേട്ടിട്ടുമില്ല, നമ്മളയാളിവിടെ ചായ കുടിച്ചിട്ടില്ല, കാപ്പിയും കുടിച്ചിട്ടില്ല. പിന്നെ നമുക്കെന്താണെന്ന് പറയേണ്ട ആവശ്യം? ഇമാമിയങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞത് നമ്മൾ എടുത്തുദ്ധരിക്കുക എന്നതിൽ കവിഞ്ഞ് നമ്മളെ വകയിൽ പറയേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ലല്ലോ. ഇത് മുസ്ലിമിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. സ്വന്തം വകയിൽ തോന്നിയാസം പറയരുത്. നിങ്ങളെപ്പോലെ ഉസ്താദ് പറഞ്ഞത് എന്താ? നമ്മുടെ വകയായി പറയണ്ട, ഇമാമുമാരെന്തു പറഞ്ഞോ അതെടുത്തുദ്ധരിച്ചാൽ മതി, അതിനപ്പുറം സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുക്കണ്ടെന്നാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞ ഉസ്താദിനെയാണ് ഈ കുർവാ സംഘം വഹാബി ചാപ്പയടിക്കാൻ വേണ്ടി നോക്കുന്നത്. എന്തൊരക്രമമാണ്! പിന്നെ എന്താ ഇവന്റെ മൂന്നാമത്തത്? സ്വന്തം കിതാബ് ദർഉ തആറുദുൽ അഖ്ലി വൻ നഖൽ എന്ന കിതാബ് ഉദാഹരിച്ച് പറഞ്ഞില്ലേ? കൈപ്പടയിൽ ഇല്ലാത്തത് കൊണ്ട് ഉറപ്പില്ല. ഇതിലെന്തോ തട്ടിപ്പുണ്ടോ? അങ്ങനെയുമല്ല പറഞ്ഞത്. തട്ടിപ്പുണ്ട്, നിങ്ങളുടെ തട്ടിപ്പുണ്ട്. ഉസ്താദ് എന്താ പറഞ്ഞത് കേട്ടോളൂ. നമ്മളിപ്പോൾ എങ്ങനെയാണ് ഇബ്നു തൈമിയ്യൻ്റെ ഗ്രന്ഥമൊന്നും പറഞ്ഞിട്ട് പല ഗ്രന്ഥമുണ്ട്, അത് നോക്കി ഇബ്നു തൈമിയ്യ വലിയ ആളാണ് എന്ന് ഇബ്നു ഹജർ അസ്ഖലാനി ആദ്യം പറഞ്ഞത് കണ്ടിട്ട് നമ്മളെന്ത് ചെയ്തു? ഇബ്നു തൈമിയ്യൻ്റെ ഏതോ ഒരു ഗ്രന്ഥം നോക്കി എന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് അദ്ദേഹത്തിന് ദർഉ തആറുദുൽ അഖ്ലി വൻ നഖലി എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പടച്ചോനിക്ക് എന്താ അനങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ ഇറങ്ങിയാൽ, പടച്ചോനിക്ക് എന്താ പോയാൽ, പടച്ചോൻ എന്താ വന്നാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിപ്പോൾ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ അദ്ദേഹം തന്നെ കൈപ്പടയിൽ എഴുതിയപ്പെട്ടുണ്ട്. ഈ ദർഉ തആറുദുൽ അഖ്ലി വൻ നഖലി എന്ന ഗ്രന്ഥം അയാളുടെ കൈപ്പടയിൽ നമുക്ക് കിട്ടിയില്ല, അയാളെ കൈപ്പട കണ്ടാൽ നമുക്കൊട്ട് അറിഞ്ഞും കൂടാ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏതാ ശരി എന്നെങ്ങനെയാണ് വെക്കുക? അതാണ് നേരത്തെ ചോദ്യകർത്താവ് ചോദിച്ചത്. ഒന്നിൽ അങ്ങനെയും കാണുന്നു, ഒന്നിൽ ഇങ്ങനെയും കാണുന്നു, നമ്മളെന്താ ചെയ്യാൻ? ഒരു ചോദ്യത്തിന് മറുപടി പറയുന്നതാണ് ഉസ്താദ്. ഒരാളുടെ തന്നെ കിതാബിൽ ഒന്നിൽ അങ്ങനെ കാണുന്നു, ഒന്നിൽ ഇങ്ങനെ കാണുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഏത് റൂട്ടാണ് സ്വീകരിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞു പോകുമ്പോഴാണ് ഒരാളുടെ കിതാബിൽ അയാൾ മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നു, ഇപ്പം ഈ കിതാബിൽ ഇങ്ങനെ കാണുന്നു. അപ്പം നമ്മൾ അയാളുടെ കൈപ്പടയിൽ നമ്മളൊന്നും കണ്ടിട്ടില്ലല്ലോ. അത് കിതാബിൽ കൈകടത്തൽ നടത്തുന്ന വിഷയമൊക്കെ ഇതിൻ്റെ മുമ്പ് ഉസ്താദ് പറയുന്നുമുണ്ട്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതുകൂടി ഉസ്താദ് പറയുന്നുണ്ട്. നമ്മളൊന്നും ചെയ്യാനില്ല, നമ്മൾ പണ്ട പഠിച്ച ആ ശരി തെരീക്കത്തിൽ തന്നെ അങ്ങ് പോയാച്ചാൽ മതി.
നമ്മൾ പണ്ടേ നമ്മളെ ഉസ്താദുമാർ പഠിപ്പിച്ച അശ്അരി തരീഖത്തുണ്ടല്ലോ, അതിൻ്റെ അങ്ങ് പോയാൽ മതി. നമ്മളതിനാണ് നോക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് എന്താ കുഴപ്പമുണ്ടോന്ന്? അദ്ദേഹത്തിനെ ഹിസാബ് ചെയ്യുന്നു നമ്മളല്ല, അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കുന്നു നമ്മളല്ല, അത് അല്ലല്ലേ. നമുക്ക് അതിന് ഡ്യൂട്ടി ഇല്ലല്ലോ. അപ്പം നമ്മൾ ആവശ്യമില്ലാതെ എന്തിന് അദ്ദേഹത്തെ പരാമർശിക്കണം? അല്ലാഹു സുബീനിഹി, അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഇനി അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉദ്ധരിച്ചിട്ട് ഒരാൾ ഒരു തെറ്റായ ആശയത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ, അപ്പം നമ്മൾ പറയണം അത് തെറ്റാണ്. എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് പറയുന്നത്. ഇതിനെയല്ലേ ഇവന്മാരെടുത്ത് കാണിച്ചിട്ട് ഉസ്താദ് വഹാബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇബ്നു തൈമിയ്യയുടെ കിതാബ് എടുത്തിട്ട് ഒരാൾ തെറ്റായ ആശയം പറഞ്ഞാൽ അപ്പോൾ നമ്മളതിനെ എതിർക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത്? നമ്മൾ നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച അശ്അരി ത്വരീഖത്തിൽ തന്നെ നിൽക്കണമെന്ന് ഇത്രയും സ്പഷ്ടമായിട്ട് ഉസ്താദ് പറഞ്ഞു തരികയാണ്. എന്നിട്ടും ഇവന്മാർ ഉസ്താദിനെ വഹാബിയാക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ എന്താ ഇവന്റെ നാലാമത്തെ കാര്യം? ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ? ആ തൗബക്ക് എന്ത് സ്ഥിരീകരണം? അതിനുവേണ്ടി എത്ര മിനിറ്റ് അതിൽ ചെലവഴിച്ചെങ്കിലും ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പേരോട് ഉസ്താദിന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു പറഞ്ഞതല്ലല്ലോ. മഹാനായ ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയുടെ കിതാബ് വായിച്ചിട്ടല്ലേ പറഞ്ഞത്. അത് കിതാബിലില്ലേ? ഉസ്താദ് സ്വന്തം വകയായി ഇബ്നു തൈമിയ്യയെ വെളുപ്പിക്കാൻ വേണ്ടി നുണ പറഞ്ഞതാണോ? അങ്ങനെ ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയുടെ കിതാബിൽ മഹാനവറുകൾ ഉദ്ധരിച്ചിട്ടില്ലേ? ഉസ്താദ് പറഞ്ഞത് എന്താണെന്ന് കേട്ടോളൂ. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ ഇബ്നു തൈമിയ്യയുടെ പാണ്ഡിത്യത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണിത് പറയുന്നത്. ഇബ്നു തൈമിയ്യ നേരത്തെ ചില വാദങ്ങൾ അദ്ദേഹത്തിൽ വന്നത് മാറി തൗബ ചെയ്ത് അങ്ങനെ അശ്അരി ത്വരീഖത്തിനെ അദ്ദേഹം അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഇബ്നു ഹജറിനിൽ അസ്ഖലാനി പറഞ്ഞതാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല. ഇമാമുമാര് രേഖപ്പെടുത്തിയത് പേരോട് ഉസ്താദ് എടുത്തുദ്ധരിച്ചു. അപ്പൊ ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. അതിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ പേരോട് ഉസ്താദിനെ വഹാബിയാക്കിയതും. അങ്ങനെയാണെങ്കിൽ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി ഇബ്നു തൈമിയ്യ തൗബ ചെയ്തു എന്ന ആ വിഷയം ഉദ്ധരിച്ചത് കൊണ്ട് ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയെയും കുർവ സംഘം നാളെ വഹാബിയാക്കുമോ? എന്തോ ആകട്ടെ. എന്താണ് അഞ്ചാമത്തെ കാര്യം? ഞങ്ങളുടെ ഇമാമായ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങള് സംശയത്തിന്റെ നേരിലാണത്ര. അസ്ഖലാനിയെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ. ഹൈതമിയെ കുറിച്ച് അങ്ങനെ ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഹൈതമി ഇമാമിനെ കുറിച്ച് ആരാണ് മോശമായ അഭിപ്രായം പറഞ്ഞത്? വഹാബി. അതെ, വഹാബികൾ പറയുന്നുണ്ട്. പേരോട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും വഹാബികളും ഒക്കെ ഉസ്താദിന് സമമാണ്. ഒരു വിഷയം പറയുമ്പോൾ ഇബ്നു ഹജറിനിൽ ഹൈതമിയെ പോലെയുള്ള മഹാപണ്ഡിതനെ, ആ പണ്ഡിതനെതിരെ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകളെ കൂടി സൂചനയിലൂടെയോ അല്ലാതെയോ ഒക്കെ പറയേണ്ട ഒരു ബാധ്യത ഉസ്താദിനുണ്ട്. അതുകൊണ്ട് ആ വിഷയം പറഞ്ഞു. ഉസ്താദിൻ്റെ വകയായി ഇബ്നു ഹജറിനിൽ ഹൈതമി റഹിമഹുല്ല കളവ് പറയുന്ന ആളാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നോ ഉസ്താദിൻ്റെ വകയായി പറഞ്ഞോ? ഇല്ലല്ലോ. ഉസ്താദ് പറഞ്ഞത് എന്താ? അങ്ങനെ ആരോപണമുണ്ട്. കേട്ടു നോക്ക്. കളവ് ഉദ്ധരിക്കുന്ന ആളൊന്നുമല്ല ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തെ ഇകഴ്ത്തി താഴ്ത്തണമെന്ന് വിചാരിച്ച് പറയുന്ന ആളുമല്ല. ഇബ്നു ഹജർ ഹൈതമിയെ സംബന്ധിച്ച് ചിലർ അങ്ങനെ എന്തിൻ്റെ ആരോപണം പറയാറുണ്ട്. ആരോപണം പറയാറുണ്ട് ചിലര്. ഉസ്താദ് പറഞ്ഞു എന്നോ ഉസ്താദിൻ്റെ അഭിപ്രായമാണെന്നോ ഒന്നുമല്ല അത്. പിന്നെ എന്തിനാണിത് പറഞ്ഞത്? വഹാബികൾ വലിയ നേതാവായി കൊണ്ടു നടക്കുന്ന ആളല്ലേ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ അശ്അരി ത്വരീഖത്ത് സ്വീകരിച്ചു എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് വഹാബികൾ പോലും ആരോപണം പറയാത്ത ഇബ്നു ഹജറിനിൽ അസ്ഖലാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാ പറയുന്നത്. വ്യക്തമല്ലേ ഇത്? ഇതാണത്ര ഇത്ര ആന തലയോളമുള്ള 5 കാര്യങ്ങൾ.